കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ് വെള്ളുവനാട്. ഇന്നത്തെ പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് താലൂക്കുകളും പട്ടാമ്പി, ഒറ്റപ്പാലം, പൊന്നാനി താലൂക്കുകളും ഏറനാട്, പാലക്കാട് താലൂക്കുകളുടെ ചില ഭാഗങ്ങളും ചേർന്നതായിരുന്നു വെള്ളുവനാട് നാട്ടുരാജ്യം. വെള്ളുവനാടിന് വല്ലഭശോണി എന്നൊരു പേരും ഉണ്ടായിരുന്നു. വള്ളുവനാട് ഭരിച്ചിരുന്ന രാജവംശത്തെ ആറങ്ങോട് സ്വരൂപം എന്നാണ് വിളിച്ചിരുന്നത്. രാജശേഖരൻ എന്നയാളാണ് ഈ വംശം സ്ഥാപിച്ചത്. വള്ളുവനാട് രാജാവിനെ വള്ളുവക്കോനാതിരി, വെള്ളാട്ടിരി, ആറങ്ങോട് ഉടയവർ എന്നീ പേരുകളിലാണ് വിളിച്ചിരുന്നത്. രാജകുടുംബത്തിലെ പുരുഷന്മാർ വള്ളോടിമാർ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. വള്ളുവനാടിൻ്റെ ആദ്യ തലസ്ഥാനം വള്ളുവ നഗരം എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ അങ്ങാടിപ്പുറമാണ്. ഇവിടുത്തെ തിരുമാണ്ണംകുന്ന് ഭഗവതിയായിരുന്നു രാജകുടുംബത്തിൻ്റെ പരദേവത. ബ്രിട്ടീഷ് ഭരണകാലത്ത് തലസ്ഥാനം പെരിന്തൽമണ്ണയിലേക്ക് മാറ്റുകയും ഉണ്ടായി. കേരളത്തിൽ ഉയർന്നു വന്ന ആദ്യ നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ് വെള്ളുവനാട്. സി 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ നാട്ടുരാജ്യം 200 വർഷത്തോളം സജീവമായിരുന്നു. പിന്നീട് സാമൂതിരിക്ക് കീഴ്പ്പെടുകയും സാമൂതിരിക്ക് കീഴിൽ ഒരു സാമന്ത രാജ്യമായി തീർന്നു. ഈ കാലത്ത് തിരുനാവായയിൽ നടന്നുവന്ന മാമാങ്കത്തിൻ്റെ രക്ഷാധികാരി സ്ഥാനം വള്ളുവനാട് രാജാവിനായിരുന്നു. ഇത് സാമൂതിരി കൈക്കലാക്കി. ഇക്കാലത്ത് ചില പ്രദേശങ്ങളുടെ അധികാരവും വള്ളുവനാടിന് നഷ്ടമായി. മഞ്ചേരി, പന്തല്ലൂർ ഭഗവതിയും ഇവരുടെ പരദേവതയായിരുന്നു. വള്ളുവനാട് രാജകുടുംബം കടന്നമണ്ണ, ആയിരം നാഴി, മങ്കട, അരിപ്പുറ എന്നീ 4 താവൈകളായി പിരിഞ്ഞിരുന്നു. ഈ താവൈകളിലെ മൂത്ത പുരുഷാംഗത്തെ വള്ളുവക്കോനാതിരി മൂപ്പിൽ നായർ എന്നാണ് വിളിച്ചിരുന്നത്. ഇതിൽ പ്രായം ചെന്ന സ്ത്രീയെ കുളത്തൂർ തമ്പുരാട്ടി എന്നുമാണ് വിളിച്ചിരുന്നത്. ഇതിൽ മൂലകുടുംബം എന്നത് കടന്നമണ്ണ കോവിലകമായിരുന്നു. 14 പേർ ഉൾപ്പെടുന്ന സംഘമായിരുന്നു രാജാവിനെ ഭരണത്തിൽ സഹായിക്കാൻ ഉണ്ടായിരുന്നത്. ഇവരെ സ്വരൂപികൾ എന്നാണ് വിളിച്ചിരുന്നത്. രാജപുരോഹിത സ്ഥാനം പാതായിക്കര, ഏലക്കുളം എന്നീ മനകൾക്കായിരുന്നു. 4 വീട്ടിൽ പണിക്കന്മാരായിരുന്നു പടനായകന്മാർ. മൈസൂരിൻ്റെ പടയോട്ടക്കാലത്ത് അട്ടപ്പാടി തായ്വരയും ഇന്നത്തെ ഒറ്റപ്പാലം താലൂക്കിലെ ചില പ്രദേശങ്ങളും മാത്രമേ രാജ്യത്തിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നുള്ളൂ. ടിപ്പുവിൻ്റെ ആക്രമണത്തെ തുടർന്ന് വള്ളുവനാട് രാജാവ് തിരുവിതാംകൂറിൽ അഭയം തേടിയിരുന്നു. ടിപ്പുവിനെ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാർ മലബാർ കീഴടക്കിയപ്പോൾ അന്നത്തെ എല്ലാ നാട്ടുരാജ്യങ്ങൾ എന്ന പോലെ വള്ളുവനാട് രാജാവിനും അധികാരങ്ങൾ ഇല്ലാതായി. വള്ളുവനാട് രാജ്യം പൂർണ്ണമായി ഇല്ലാതായി. ഒറ്റപ്പാലം, പട്ടാമ്പി, ഷൊർണൂർ, ചെർപ്പുളശ്ശേരി എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊണ്ട് വള്ളുവനാട് എന്ന പേരിൽ താലൂക്ക് നിലവിലുണ്ടായിരുന്നതുകൊണ്ട് ഈ പ്രദേശങ്ങൾ ഇന്ന് വള്ളുവനാട് എന്ന പേരിൽ അനൗദ്യോഗികമായി അറിയപ്പെടുന്നു.